ഹലോ, എല്ലാവർക്കും റാണീസ് രുചിക്കൂട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ബീറ്റ്റൂട്ട് കൊണ്ട് എങ്ങനെയാണ് ഒരു കിച്ചടി ഉണ്ടാക്കുന്നതെന്നാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അപ്പോൾ നമുക്ക് സമയം വേസ്റ്റ് ചെയ്യേണ്ട, റെസിപ്പിയിലേക്ക് കടക്കാം കേട്ടോ. കിച്ചടിക്ക് 2 മീഡിയം സൈസ്ഡ് ബീറ്റ്റൂട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയായിട്ട് കഴുകി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കനം കുറച്ചൊന്ന് അരിഞ്ഞെടുക്കണം. ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു ഗ്രേറ്ററാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അരിഞ്ഞെടുക്കാം. കണ്ടോ, നല്ല കനം കുറച്ചിട്ടാണ് നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് വേകാൻ വെക്കണം. അപ്പോൾ ബീറ്റ്റൂട്ട് വേകാൻ വയ്ക്കുമ്പോൾ നമുക്ക് ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു 1/4 ഗ്ലാസ് വെള്ളം മാത്രമേ ഇതിന് ഒഴിക്കേണ്ട ആവശ്യമുള്ളൂ. എന്നിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ സ്റ്റൗവിൽ വെക്കണം കേട്ടോ. ഞാനിവിടെ 1 സ്പൂൺ ഉപ്പാണ് ഇതിനകത്ത് ചേർക്കുന്നത്. ഇനിയിപ്പോൾ ഉപ്പിൻ്റെ അളവ് നമുക്ക് ശരിയായില്ലെങ്കിൽ കുറച്ചും കൂടെ ചേർക്കണമെങ്കിലൊക്കെ പിന്നെ നമുക്ക് ചേർത്താൽ മതി കേട്ടോ. ഇനി നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ. ബീറ്റ്റൂട്ട് നമ്മൾ വേകാൻ വെച്ച ആ സമയം കൊണ്ട് നമുക്ക് ഇത്തിരി നാളികേരം അരച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് ടേബിൾ സ്പൂൺ കണക്കിൽ പറയുകയാണെങ്കിൽ ഒരു 5 ടേബിൾ സ്പൂൺ നാളികേരം ഉള്ളൂ കേട്ടോ. ഇത് നാളികേരം മാത്രമാണ് നമ്മൾ അരച്ചെടുക്കുന്നത്. വേറെ ഒന്നും മുളകോ ഒന്നും നമ്മളിപ്പോൾ ചേർക്കുന്നില്ല. അതൊക്കെ നമുക്ക് പിന്നെ ചേർക്കാം. നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇത് അരയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ഇത്തിരി വെള്ളം ചേർക്കാവുള്ളൂ, ഓവറായിട്ട് ചേർക്കരുത് കേട്ടോ. ഇടയ്ക്ക് 1-2 പ്രാവശ്യം നമുക്ക് ഈ ബീറ്റ്റൂട്ട് ഒന്ന് ഇളക്കി അടയ്ക്കണം, ചോട്ടിൽ പിടിക്കാതിരിക്കാനൊക്കെ ആയിട്ട് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ കൊണ്ട് തന്നെ നമ്മൾ ഒരു 1/2 ടീസ്പൂൺ കടുക് ഒന്ന് പൊട്ടിച്ചെടുക്കണം. പൊട്ടിക്കാന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെയാണ്, അല്ലാതെ പൊടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇപ്പോൾ നമ്മുടെ ബീറ്റ്റൂട്ട് വെന്തിട്ടുണ്ടാവും, ഇത്ര നേരെ വേണ്ടു കേട്ടോ. ഇനി ഇത്രയായിട്ടും ഇതിനകത്ത് വെള്ളം വറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിലുണ്ടല്ലോ, ഇതിന് ഫ്ലെയിം ഒന്ന് കൂട്ടിയിട്ടിട്ട് അങ്ങ് വറ്റിച്ച് കളഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടൊക്കെ കുക്ക് ചെയ്യുന്ന ആൾക്കാർക്കാകുമ്പോൾ അങ്ങനെയൊക്കെ ചിലപ്പോൾ അബദ്ധം പറ്റും, കുഴപ്പമില്ല. നമുക്കത് ഫ്ലെയിം കൂട്ടിയിട്ട് അങ്ങ് വറ്റിച്ചാൽ മതി കേട്ടോ. ഇനി ഇതിനകത്ത് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ തൈര് ചേർക്കുന്നുണ്ട്, പിന്നെ തേങ്ങ അരച്ച് ചേർക്കുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ പല രീതിയിലും വെള്ളം ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഈ വെള്ളം നമുക്ക് ആവശ്യമില്ല കേട്ടോ. ഇനി നമുക്കിതിനകത്തേക്ക് ഈ അരച്ച് വെച്ചിട്ടുള്ള നാളികേരം, ഇത് കണ്ടോ ഇങ്ങനെയാണ് നമ്മൾ അരയ്ക്കുന്നത്, അത് ഇതിനകത്തേക്ക് ചേർക്കുകയാണ് കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ ബീറ്റ്റൂട്ടിനകത്ത് ഈ നാളികേരവും ഉപ്പും മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി ഇതിനകത്തേക്ക് നമ്മുടെ ആ പൊട്ടിച്ച കടുകില്ലേ, അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഇതിനകത്തേക്ക് കുറച്ച് തൈര് ചേർക്കണം. ഒരു 5 ടേബിൾ സ്പൂൺ, കൂടിപ്പോയി ഒരു 6 ടേബിൾ സ്പൂണൊക്കെ വേണേലും ചേർക്കാം കേട്ടോ. എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. പക്ഷെ തൈര് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് തിളയ്ക്കാൻ പാടില്ല. മിക്സ് ചെയ്തതിന് ശേഷം അപ്പോൾ തന്നെ സ്റ്റവ് ഓഫ് ചെയ്യാം കേട്ടോ. ഇനി നമ്മുടെ കിച്ചടി പ്രിപ്പറേഷനിലെ ലാസ്റ്റ് സ്റ്റേജാണ് കടുക് വറുക്കുക കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചൂടാകാൻ വയ്ക്കുകയാണ്. നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർക്കണം. പിന്നെ ഇത് കണ്ട് റൗണ്ടിൽ പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ മുളക് ചേർക്കുന്നില്ല എന്ന് പറയുന്നത്. വറുത്ത് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അതും ഇതിലേക്ക് ചേർക്കുക. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലിടുക. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 1-2 വറ്റൽമുളകും കൂടി ഇതിനകത്തേക്ക് മുറിച്ച് ചേർത്ത് ഇട്ടാൽ നന്നായിരിക്കും കേട്ടോ. എന്നിട്ട് ഇത് കടുകൊക്കെ നന്നായിട്ട് പൊട്ടി കഴിയുമ്പോൾ നമ്മുടെ കിച്ചടിയിലേക്ക് ചേർക്കുക. ശരിക്കും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബീറ്റ്റൂട്ട് കിച്ചടിയൊക്കെ റെഡിയായി കഴിഞ്ഞു കേട്ടോ. ഇത്രയേ ഉള്ളൂ, ആകെ ഒരു 15 മിനിറ്റത്തെ പണിയേ ഉള്ളൂ. കാരണം എന്താ വെച്ചാൽ ബീറ്റ്റൂട്ട് നമ്മൾ വളരെ കനം കുറച്ചിട്ടാണ് അരിയുന്നത്. അങ്ങനെ വരുമ്പോൾ അത് വേകാൻ വേണ്ടിയിട്ട് അത്രയ്ക്ക് സമയമൊന്നും എടുക്കില്ല. ആകെ തേങ്ങയൊക്കെ അരച്ച് ചേർക്കുന്ന ആ ഒരു സമയം മാത്രമേ. അപ്പോൾ ഇത്ര ഈസി ആയിട്ടുള്ള റെസിപ്പി അല്ലേ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നോക്കിയിട്ട് നിങ്ങളുടെ കമൻസും ഫീഡ്ബാക്സ് എന്താണെങ്കിലും അതും കമൻറ്റ് ബോക്സിൽ കൂടെ അറിയിക്കണം കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ.